ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ആസ്പിറൻസ് അക്കാഡമി. ഓക്കെ, നമ്മളിതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. അസിസ്റ്റൻറ്റ് കമ്പൈലറിൻ്റെ. ഓക്കെ, അപ്പോൾ 11ത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയായിരുന്നു. മൈക്രോ എക്കണോമിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നമ്മുടെ ജെ.എം. കെയ്ൻസ് ആണ്. എന്താണ് ഈ മൈക്രോ എക്കണോമിക്സ്, അല്ലെങ്കിൽ മൈക്രോ അല്ല മാക്രോ, എന്താണ് ഈ മാക്രോ എക്കണോമിക്സ് അല്ലെങ്കിൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ, സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ആകെയുള്ളൊരു പഠനത്തിനാണ് നമ്മൾ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. എന്നാൽ ഒരു സമ്പദ് വ്യവസ്ഥയിലെ വ്യക്തിഗത യൂണിറ്റുകളെക്കുറിച്ചുള്ള പഠനം, ഓരോരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വ്യക്തിഗത യൂണിറ്റുകളെക്കുറിച്ചുള്ള പഠനമാണെങ്കിൽ അത് മൈക്രോ എക്കണോമിക്സ് അല്ലെങ്കിൽ സൂക്ഷ്മമായിരിക്കും. മറ്റത് മൊത്തത്തോടെ ഉള്ളൊരു പഠനമാണെങ്കിൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ മാക്രോ എക്കണോമിക്സ്. ഇതിൽ മാക്രോ എക്കണോമിക്സിൻ്റെ എക്സാമ്പിളാണ് ഒരു രാജ്യത്തിൻ്റെ മൊത്തം വരുമാനം, അതായത് ദേശീയ വരുമാനം, അതുപോലെ മൊത്ത ചെലവ്, മൊത്ത തൊഴിൽ, ഇതൊക്കെ വരുന്നത് മാക്രോ എക്കണോമിക്സിലാണ്. മൈക്രോ എക്കണോമിക്സിൽ വരുന്നത് ഒരാളുടെ വരുമാനം, ഒരാളുടെ ചിലവ്, ഒരാളുടെ തൊഴിൽ, അങ്ങനെ ഇൻഡിവിജ്വലായിട്ട് നോക്കുമ്പോൾ അത് മൈക്രോ എക്കണോമിക്സിൽ വരും. മാക്രോ ആണെങ്കിൽ അല്ലാണ്ട് വരും. ഇനി സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന സഞ്ചിത വിവരങ്ങളായ മൊത്തം ഡിമാൻഡ്, മൊത്ത ചെലവ്, മൊത്ത തൊഴിൽ, ഇതൊക്കെയാണ് നമ്മൾ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന സഞ്ചിതമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു അഗ്രിഗേറ്റ് വേയിലാണിത് കൈകാര്യം ചെയ്യുന്നതെന്നും കൂടി ആലോചിച്ച് വെക്കാം. ഇനി സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് നമ്മൾ പറഞ്ഞു ജെ.എം. കെയ്ൻസ് ആണ്. ഇനി റാഗ്നർ ഫ്രിഷ് എന്ന് നോക്കിക്കോ. റാഗ്നർ ഫ്രിഷ് എന്താ ചെയ്തത്? സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്നിങ്ങനെ പദങ്ങൾ ആദ്യമായിട്ട് കോയിൻ ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ റാഗ്നർ ഫ്രിഷ് ആണ് കേട്ടോ. റാഗ്നർ ഫിഷ് ആണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം അതുപോലെ തന്നെ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്ന പേര് കോയിൻ ചെയ്തത് നമ്മുടെ റാഗ്നർ ഫിഷ് ആണ്. ഈ റാഗ്നർ ഫിഷിന് ജാം ടിം ബെർജിനോടൊപ്പം 1969 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള ആദ്യ നോബൽ പുരസ്കാരം പങ്കിട്ടു. അതായത് നമുക്കറിയാം സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം കൊടുത്തു തുടങ്ങിയ വർഷം 1969. അത് കിട്ടിയത് രണ്ടാൾക്കാർക്കാണ്. നമ്മുടെ ജാൻ ടിം ബെർജും അതുപോലെ നമ്മുടെ റാഗ്നർ ഫ്രിഷുമാണ്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കുമാണ് ആദ്യത്തെ നോബൽ പുരസ്കാരം, എക്കണോമിക്സിനുള്ള നോബൽ പുരസ്കാരം കിട്ടിയത്. ഓക്കെ, ഇനി യൂറോപ്പിലും വടക്കേ അമേരിക്കയിലും ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ടായിരുന്നല്ലോ. അത് ഏത് വർഷമാണ് ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ടായത്? അത് 1929 കേട്ടോ. 1929 ഒക്ടോബർ 16 ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ടായത്. അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം എന്നൊക്കെ ഉള്ളൊരു ബോധം ഉണ്ടായെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ 29 ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ടായത്. ഇനി നമ്മൾ പഠിക്കാനുള്ളത് ദ തിയറി ഓഫ് മോറൽ സയൻസ്, അല്ലെങ്കിൽ ദ തിയറി ഓഫ് മോറൽ സെൻറ്റിമെൻറ്റ്സ്. ഇത് ആരുടെ ബുക്കായി? ദ തിയറി ഓഫ് മോറൽ സെൻറ്റിമെൻറ്റ്സ്. അത് നമ്മുടെ ആഡം സ്മിത്തിൻ്റെ കേട്ടോ. എക്കണോമിക്സിൻ്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ആഡം സ്മിത്തിൻ്റെ ബുക്കാണ് ദ തിയറി ഓഫ് മോറൽ സെൻറ്റിമെൻറ്റ്സ്. 1759 പുറത്തിറങ്ങിയ പുസ്തകമാണ് ദ തിയറി ഓഫ് മോറൽ സെൻറ്റിമെൻറ്റ്സ്. ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ്. നമുക്ക് ആ ഫുൾ നെയിം അറിയേണ്ട. കോസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറഞ്ഞ ആരുടെ തന്നെയാണ്? ആഡം സ്മിത്തിൻ്റെയാണ് കേട്ടോ. അത് വന്ന വർഷം 1776 കേട്ടോ. അപ്പോൾ രണ്ടെണ്ണം പഠിക്കുക. ആഡം സ്മിത്തിൻ്റെ ബുക്ക് വെൽത്ത് ഓഫ് നേഷൻ ആണെങ്കിൽ 1776. ഇനി ദ തിയറി ഓഫ് മോറൽ സെൻറ്റിമെൻറ്റ്സ് ആണെങ്കിൽ അത് 1759 ബുക്കാണ്. ഈ രണ്ടെണ്ണം പഠിക്കുക. ഇനി അടുത്ത നമ്മുടെ ജെ.എം. കെയ്ൻസിനെ പറ്റി പറഞ്ഞാൽ എന്താണ് ഈ JUM എന്ന് ചോദിച്ചാൽ ജോൺ മൈനാർഡ് കെയ്ൻസ് കേട്ടോ. ജോൺ മൈനാർഡ് കെയ്ൻസ് എന്നാണ് ഇതിൻ്റെ ഫുൾ നെയിം. എക്കണോമിക് കോൺസിക്വൻസ് ഓഫ് പീസ്, അത് ജോൺ മൈനാർഡ് കെയ്ൻസ് അല്ലെങ്കിൽ ജെ.എം. കെയ്ൻസിൻ്റെ പുസ്തകമാണ് ഇത് എക്കണോമിക് കോൺസിക്വൻസ് ഓഫ് പീസ് എന്ന് പറയുന്നത്. 1919 ഇറങ്ങിയതാണ് എക്കണോമിക് കോൺസിക്വൻസ് ഓഫ് പീസ് എന്ന പുസ്തകം. യുദ്ധാനന്തരം സമാധാന ഉടമ്പടിയുടെ പരാജയം അദ്ദേഹം പ്രവചിച്ചിരുന്ന പുസ്തകമാണ് ഈ എക്കണോമിക് കോൺസിക്വൻസ് ഓഫ് പീസിൽ. യുദ്ധാനന്തരം 1920 ലീഗ് ഓഫ് നേഷൻസ് ഒക്കെ വന്നല്ലോ. അപ്പോൾ ആ സമാധാന ഉടമ്പടിയുടെ പരാജയം പ്രവചിച്ച പുസ്തകം ചോദിച്ചു കഴിഞ്ഞാൽ എക്കണോമിക് കോൺസിക്വൻസ് ഓഫ് പീസിലൂടെയാണ്. അതുപോലെ ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി, അത് 1936 ഫോം ചെയ്തതാണ്. അതും ഈ ജെ.എം. കെയ്ൻസിൻ്റെയാണ്. ഏതാണ്? ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. ഇത് 4 പുസ്തകങ്ങൾ പഠിക്കുക. അത് ആരുടെയൊക്കെയാണെന്നും പഠിക്കുക കേട്ടോ. പിന്നെ നമ്മൾ സമ്പദ് വ്യവസ്ഥയിൽ എങ്ങനെയാണ് ഒരിടത്ത് നമ്മുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതെന്ന് ചോദിച്ചാൽ ഉൽപ്പാദന മേഖലയിലൂടെ, ചെലവ് മേഖലയിലൂടെ, അതുപോലെ വരുമാന രീതി. ഈ 3 രീതിയിലാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത്. ഉൽപ്പാദന രീതി, വരുമാന രീതി, ചെലവ് രീതിയിലൂടെയാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നതിനും കൂടി ആലോചിച്ച് വെക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ആദ്യകാലങ്ങളിൽ ഇന്ത്യയിലെ ദാരിദ്ര്യരേഖ കണക്കാക്കാൻ ശ്രമിച്ച ഒരാളായിരുന്നു ദാദാഭായ് നവറോജി. അദ്ദേഹം അതിനായി ഉപയോഗിച്ച മാർഗം എന്തായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ദാദാഭായ് നവറോജി ഉപയോഗിച്ച മാർഗം എന്തായിരുന്നു?
ജയിൽ ജീവിത ചെലവ് സൂചിക കേട്ടോ, ഓപ്ഷൻ സി ആണ് ആൻസർ. ജയിൽ ജീവിത ചെലവ് സൂചിക പ്രകാരമാണ് നമ്മുടെ ദാരിദ്ര്യ രേഖ കണക്കാക്കിയത് ആര്? ദാദാഭായ് നവറോജി കേട്ടോ. നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു പോയിന്റ് കൂടെ പറയാവേ. ഇമ്പീരിയൽ ബാങ്കിൻ്റെ സ്ഥാപകൻ ചോദിച്ചുള്ളത് JM കെയ്ൻസ് ആണ് കേട്ടോ. ഇമ്പീരിയൽ ബാങ്കിൻ്റെ സ്ഥാപകനാണ് 1921 വന്ന ഇമ്പീരിയൽ ബാങ്ക്, അതിൻ്റെ സ്ഥാപകനാണ് JM കെയ്ൻസ്. നമ്മൾ നേരത്തെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപകൻ പറഞ്ഞായിരുന്നു, അതായിരുന്നു സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, അത് ഫിറോസ് ഷാ മെഹ്ത്ത കേട്ടോ. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപകനാണ് ചോദിക്കുന്നതെങ്കിൽ ഫിറോസ് ഷാ മെഹ്ത്തയാണ്. ഓക്കെ, നമുക്ക് ഈ ക്വസ്റ്റിനോട്ട് വരാം. ദാദാഭായ് നവറോജി ജനിച്ച വർഷം എന്നാണ്? ദാദാഭായ് നവറോജി ജനിച്ച വർഷം 1825 കേട്ടോ. ദാദാഭായ് നവറോജി ജനിച്ചത് 1825 1917 മരിക്കുകയും ചെയ്തു. ഇത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഒന്ന് നോക്കാം. ദാദാഭായ് നവറോജി ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ഫോം ചെയ്ത വർഷം എന്നാണ്? ദാദാഭായ് നവറോജി ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ഫോം ചെയ്ത വർഷം 1866 കേട്ടോ. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ഫോം ചെയ്ത വർഷമാണ്. ഇനി ദാദാഭായ് നവറോജി INCയുടെ പ്രസിഡന്റ് എത്ര വട്ടമായിട്ടുണ്ട്? 3 വട്ടമായ ആദ്യത്തെ വ്യക്തിയാണ്. INC പ്രസിഡന്റാണ് ദാദാഭായ് നവറോജി. 1886, അതായത് 2ാമത്തെ വട്ടമായ ദാദാഭായ് നവറോജിയാണ്. അതിനുശേഷം 1893 1906 നമ്മുടെ ദാദാഭായ് നവറോജി ആയിരുന്നു INCയുടെ പ്രസിഡന്റ്. വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ദാദാഭായ് നവറോജി ആരംഭിച്ച പ്രസ്ഥാനം ചോദിച്ചാൽ ഗ്യാൻ പ്രസാരക് മണ്ഡലിയാണ് കേട്ടോ. ഗ്യാൻ പ്രസാരക് മണ്ഡലി ഇപ്പോൾ ആരുടെയാണ്? ദാദാഭായ് നവറോജിൻ്റെയാണ്. വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ആരംഭിച്ചാണ് ഗ്യാൻ പ്രസാദ് മണ്ഡലി. ഇനി മുംബൈയിലെ എൽഫിൻസ്റ്റൺ കോളേജിൽ പ്രൊഫസറായ ആദ്യത്തെ വ്യക്തി, മുംബൈയിലെ എൽഫിൻസ്റ്റൺ കോളേജിൽ പ്രൊഫസറായ ആദ്യ ഇന്ത്യക്കാരൻ ചോദിച്ചാലും ദാദാഭായ് നവറോജിയാണ്. സാമ്പത്തിക ചോർച്ച സിദ്ധാന്തത്തിന് ഉപജ്ഞാതാവാണ് ദാദാഭായ് നവറോജി, ഇതൊക്കെ അറിയാമല്ലോ. പിന്നെ 1906 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ് ആദ്യമായിട്ട് എന്തുന്നയിച്ചത്? സ്വരാജ് എന്നൊരാശയം ഉന്നയിച്ചത്. നവറോജി ആരംഭിച്ച പത്രങ്ങൾ നോക്കിക്കോ, വോയിസ് ഓഫ് ഇന്ത്യയും റസ്റ്റ് ഗോഫ്തറുമാണ്. വോയിസ് ഓഫ് ഇന്ത്യയുണ്ട്, റസ്റ്റ് ഗോഫ്തർ. പിന്നെ നമ്മുടെ INC പ്രസിഡന്റായ ആദ്യത്തെ പാർസി വിഭാഗത്തിൽപ്പെട്ട വ്യക്തി ചോദിച്ചാലും ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികനാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ചു. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഓഫ് ഇന്ത്യ പുസ്തകം രചിച്ചു. മസ്തിഷ്ക ചോർച്ച അല്ലെങ്കിൽ ബ്രെയിൻ ഡ്രെയിൻ തിയറി സിദ്ധാന്തത്തിന് ഉപജ്ഞാതാവാണ്. ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യ ഏഷ്യക്കാരനാണ്. ബ്രിട്ടനിൽ ഇന്ത്യയുടെ അനൗദ്യോഗിക പ്രതിനിധിയായി, ബ്രിട്ടനിൽ ഇന്ത്യയുടെ ആദ്യ അനൗദ്യോഗിക പ്രതിനിധിയായിട്ട് പോയത് ദാദാഭായ് നവറോജിയാണ്. അതുപോലെ ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയ വ്യക്തി ചോദിച്ചാൽ ആര് തന്നെയാണ്? ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയ വ്യക്തി ദാദാഭായ് നവറോജിയാണ്. എന്നാൽ സ്വതന്ത്ര ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയത് PC മഹലനോബിസ് ആണ് കേട്ടോ. ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയ വ്യക്തി ചോദിച്ചാൽ അത് നമ്മുടെ ദാദാഭായ് നവറോജിയാണ്. ഇനി ഇന്ത്യൻ എക്കണോമിക്സിൻ്റെയും അതുപോലെ പൊളിറ്റിക്കൽ സയൻസിൻ്റെയും പിതാവ് എന്ന് അറിയപ്പെടുന്നുണ്ട്. ഇന്ത്യൻ എക്കണോമിക്സിൻ്റെയും പൊളിറ്റിക്സിൻ്റെയും പിതാവാണ് ദാദാഭായ് നവറോജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ആ പേര് നിർദ്ദേശിച്ച ആൾക്കാർ തന്നെയാണ് ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജി സാമ്പത്തിക ചോർച്ച സിദ്ധാന്തത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഏത് പ്രസിദ്ധീകരണത്തിലാണ് പരാമർശിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇംഗ്ലണ്ട്സ് ഡെറ്റ് ടു ഇന്ത്യയിലാണ് അത് ഈ ഡ്രെയിൻ തിയറിയെ പറ്റി പറയുന്നത്. ഇംഗ്ലണ്ട്സ് ഡെറ്റ് ടു ഇന്ത്യ അല്ല, അങ്ങനെയല്ല. ദാദാഭായ് നവറോജി സാമ്പത്തിക ചോർച്ച സിദ്ധാന്തത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഏത് പ്രസിദ്ധീകരണത്തിലാണ് പരാമർശിച്ചിരിക്കുന്നത്? ഇംഗ്ലണ്ട്സ് ഡെറ്റ് ടു ഇന്ത്യ നമ്മുടെ ലാല ലജ്പത് റായിൻ്റെ അല്ലേ, അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റല്ലേ. ബ്രെയിൻ ഡ്രെയിൻ തിയറി ശരിക്കും ദാദാഭായ് നവറോജി പരാമർശിച്ചിരിക്കുന്നത് നമ്മുടെ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഓഫ് ഇന്ത്യയിലാണ്. ഇംഗ്ലണ്ട്സ് ഡെറ്റ് ടു ഇന്ത്യ ലാല ലജ്പത് റായിൻ്റെയാണ്. ഓക്കെ, ഇത് ഉദ്ദേശിച്ചിരിക്കുന്നത് ദാദാഭായ് നവറോജിൻ്റെ ബ്രെയിൻ ഡ്രെയിൻ തിയറി ആദ്യമായിട്ട് വന്നിട്ടുള്ള പ്രസിദ്ധീകരണമാണ് കേട്ടോ. ഇംഗ്ലണ്ട്സ് ഡെറ്റ് ടു ഇന്ത്യ ബൈ ലാല ലജ്പത് റായാണ്. ഇനി ഇതിലെന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ചെയ്യാം, ചേഞ്ച് ഇല്ലെങ്കിൽ കമൻറ്റ് ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിനകത്തിലെ ഫാക്റ്റ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ചെറുകിട വ്യവസായത്തിൻ്റെ വളർച്ചയ്ക്കായി രൂപീകരിച്ച കമ്മീഷൻ അല്ലെങ്കിൽ കമ്മിറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചെറുകിട വ്യവസായത്തിനായിട്ട് രൂപീകരിച്ച കമ്മിറ്റി ഏതാണത്? കാർവേ കമ്മിറ്റിയാണ് കേട്ടോ. ചെറുകിട വ്യവസായത്തിന് വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയാണ് കാർവേ കമ്മിറ്റി. ഏത് വർഷമാണ് കാർവേ കമ്മിറ്റി രൂപീകരിച്ചത്? ഏത് വർഷമാണ്? 1955 കേട്ടോ. 1955 കാർവേ കമ്മിറ്റി രൂപീകൃതമായത്. 1950 ചെറുകിട വ്യവസായ യൂണിറ്റുകളായി പരിഗണിച്ചിരുന്നത് എത്ര രൂപ വരെയുള്ള നിക്ഷേപം നടത്തിയിരുന്ന യൂണിറ്റുകളാണെന്ന് ചോദിച്ചാൽ അത് 5 ലക്ഷം വരെയായിരുന്നു കേട്ടോ. 1950 വരെ 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള യൂണിറ്റുകളൊക്കെ എന്തൊക്കെ കൺസിഡർ ചെയ്തു? സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആക്കി കൺസിഡർ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പം 2023 കണക്കനുസരിച്ച് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ആയിട്ട് കണക്കാക്കണമെങ്കിൽ എത്ര ഇൻവെസ്റ്റ്മെൻറ്റാണ് പരമാവധി മാക്സിമം എന്ന് പറയുന്നത് 10 കോടി ഇൻവെസ്റ്റ്മെൻറ്റേ ആകാവൂ. അതേപോലെ 50 കോടീൻ്റെ ടേൺ ഓവർ.
അങ്ങനെയുള്ളതിനാണ് നമ്മൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്ന് വിളിക്കുക. 50 കോടി ടേൺ ഓവറും 10 കോടി നിക്ഷേപങ്ങളുമുള്ള കമ്പനികളെയാണ് നമ്മൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് ഈ ലിബർഹാൻ കമ്മിറ്റി, ലിബർഹാൻ കമ്മീഷൻ? ബാബറി മസ്ജിദ് ധ്വംസനവും അയോധ്യയിലുണ്ടായ കലാപവും അന്വേഷിക്കുന്നതിന് ഇന്ത്യയിലെ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശപ്രകാരം 1992 ഡിസംബർ 16 രൂപവൽക്കരിച്ച കമ്മിറ്റിയാണ് കേട്ടോ. അപ്പോൾ ലിബർഹാൻ എന്ന് വെച്ചാൽ ബാബറി മസ്ജിദ് ധ്വംസനം, അയോധ്യയിലുണ്ടായ കലാപവും അതിനെപ്പറ്റിയൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് 1992 ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഇതിൽ കൊണ്ടുവന്നതാണ് ലിബർഹാൻ കമ്മീഷൻ. ഇനി നരേന്ദ്ര കമ്മീഷനോ? ഈ നരേന്ദ്ര കമ്മീഷൻ എന്ത് കമ്മീഷനാണ്? സംസ്ഥാന പൊതുസേവനങ്ങളിൽ പിന്നാക്ക വിഭാഗങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പഠിക്കാൻ 2000 ഫെബ്രുവരിയിൽ കേരള സർക്കാർ നിയോഗിച്ച കമ്മീഷനാണ്. എന്താണ്? സംസ്ഥാന പൊതുസേവനങ്ങളിൽ പിന്നാക്ക വിഭാഗങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി തപസ് മജുംദാർ കമ്മിറ്റി ആണെങ്കിലോ അത് നമ്മുടെ ആർട്ടിക്കിൾ 21A ഉൾപ്പെടുത്തണോ വേണ്ടയോ എന്നൊക്കെ പറ്റി പഠിക്കാൻ വേണ്ടി 1999 നിയമിച്ച കമ്മീഷനായിട്ട്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ ചെലവ് കണക്കാക്കാൻ വേണ്ടിയിട്ട് നിയോഗിച്ച കമ്മീഷൻ എന്നൊക്കെ പറയാം. അതാണ് തപസ് മജുംദാർ കമ്മീഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ പ്രത്യക്ഷ നികുതി അല്ലാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. പ്രത്യക്ഷ നികുതി അല്ലാത്തത് കസ്റ്റംസ് ടാക്സ്, കോർപ്പറേറ്റ് പ്രോപ്പർട്ടി, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അപ്പോൾ ഇതിൽ ഏതൊക്കെ വരും? കസ്റ്റംസും വരും, നമ്മുടെ ഗുഡ്സും വരും. അപ്പോൾ 1, 4 കേട്ടോ. കസ്റ്റംസ് ടാക്സും ഗുഡ്സ് ആൻഡ് സർവീസ്, നമ്മുടെ GSTയുമാണ് ഇതിൽ പ്രത്യക്ഷ നികുതി അല്ലാത്തത്. കോർപ്പറേറ്റ് നികുതി, പ്രോപ്പർട്ടി നികുതി അല്ലെങ്കിൽ വസ്തു നികുതിയൊക്കെ എന്ത് തന്നെയാണ്? പ്രത്യക്ഷ നികുതിയാണ്. നികുതി ചുമത്തുന്നതിന് അടിസ്ഥാനമായി പ്രവർത്തിക്കുന്നത് ചില സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങളാണ്. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആഡം സ്മിത്താണ് ഇത്തരം ഒരു തത്വശാസ്ത്രം മുന്നോട്ട് വെച്ചത്. അദ്ദേഹത്തിൻ്റെ തത്വങ്ങൾ സ്മിത്തിൻ്റെ കനോനുകൾ എന്നറിയപ്പെടുന്നു. സ്മിത്തിൻ്റെ കനോനുകൾ എന്നറിയപ്പെടുന്നു. അപ്പോൾ ഈ സ്മിത്തിൻ്റെ കനോനുകൾ ജസ്റ്റ് ഒന്ന് വായിക്കാം. സമത്വത്തിൻ്റെ അഥവാ പ്രയോജനത്തിൻ്റെ കനോനുകൾ. ജനങ്ങളുടെ മേലുള്ള നികുതി ഭാരം സർക്കാരിൽ നിന്നും ലഭിക്കുന്ന പ്രയോജനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കണമെന്നാണ് ഈ കനോൺ അനുശാസിക്കുന്നത്. അടുത്ത ക്ലിപ്തത്തിൻ്റെ കനോണ്. നികുതി അടയ്ക്കേണ്ട സമയം, തുക, രീതി എന്നിവയെക്കുറിച്ച് നികുതിദായകന് യാതൊരു വിധത്തിലുമുള്ള സംശയവും ഉണ്ടാകാത്ത വിധം വേണ്ട അറിവ് അവർക്ക് ലഭ്യമാക്കണമെന്നാണ് ഈ കനോൺ. സൗകര്യത്തിൻ്റെ കനോൺ. നികുതിദായകന് പരമാവധി സൗകര്യം ലഭിക്കുന്ന വിധമുള്ള രീതിയിലും സമയത്തും നികുതി ചുമത്തണമെന്നാണ് ഇത് പറയുന്നത്. അടുത്ത നികുതി പിരിവിൻ്റെ ചെലവിനെക്കുറിച്ചുള്ള കനോൺ. പിരിക്കുന്ന നികുതി പരമാവധി സർക്കാർ ഖജനാവിൽ എത്തുന്ന വിധം നികുതി പിരിവിൻ്റെ ചെലവ് ഏറ്റവും കുറവായിരിക്കണമെന്നാണ് ഈ കനോൺ അനുശാസിക്കുന്നത്. അപ്പം ഈ നികുതിയുമായിട്ട് ബന്ധപ്പെട്ട കനോണുകൾ ആരാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചത് ആഡം സ്മിത്താണ് കേട്ടോ. ബാക്കിയൊന്നും വരില്ലായിരിക്കും. നികുതി പിരിക്കാനുള്ള അധികാരം ആർക്ക്? അതായത് നികുതി പിരിക്കുക അല്ല, നികുതി ഏർപ്പെടുത്താനുള്ള അധികാരം ആർക്ക് ഇന്ത്യയിൽ? അത് പാർലമെൻറ്റിനാണ് കേട്ടോ. പാർലമെൻറ്റിനാണ് അധികാരമുള്ളത്. ഇനി ഭൂമിയുടെയോ അതിലുൾപ്പെട്ട കെട്ടിടങ്ങളുടെയോ കൈമാറ്റത്തിന്മേൽ സംസ്ഥാന സർക്കാർ ചുമത്തുന്ന നികുതിയാണ് സ്റ്റാമ്പ് ഡ്യൂട്ടീസ്, രജിസ്ട്രേഷൻ ചാർജ് കേട്ടോ. സ്റ്റാമ്പ് ഡ്യൂട്ടീസ് പോകുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാരിനാണ്. കോർപ്പറേറ്റ് നികുതി പോകുന്നതാണെങ്കിൽ കേന്ദ്ര സർക്കാരിനാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ്, നീതി ആയോഗ് അടുത്തിടെ പ്രസിദ്ധീകരിച്ച 2020-21 സാമ്പത്തിക വർഷത്തെ സുസ്ഥിര വികസന സൂചിക 1, 2, 3 റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ. ഓക്കെ, ഇത് 2020-21 കാര്യമാണ് സുസ്ഥിര വികസന സൂചിക. എന്നാൽ നമുക്ക് നോക്കാം. സുസ്ഥിര വികസന സൂചിക ഇത് ഈ റാങ്ക് തന്നെയാണെന്ന് തോന്നുന്നല്ലേ. ഇപ്പോഴും സുസ്ഥിര വികസന സൂചികയിൽ കേരളം തന്നെയാണ് ഒന്നാമത് കേട്ടോ. അപ്പോൾ അതിൽ കേരളമാണ് ഒന്നാമത്, 2 ഹിമാചൽ പ്രദേശ്, 1 ആന്ധ്രാപ്രദേശ്. അങ്ങനെയാണ് എൻ്റെ ആൻസർ വരുന്നത് കേട്ടോ. ഇപ്പോഴും സുസ്ഥിര വികസന സൂചികയിൽ കേരളം തന്നെയാണ് ഒന്നാമത് നിൽക്കുന്നത്. ഓക്കെ, ഇത് തന്നെയാണ് ലേറ്റസ്റ്റ് കേട്ടോ. ലേറ്റസ്റ്റ് ആയിട്ടുള്ള നീതി ആയോഗിൻ്റെ സുസ്ഥിര വികസന സൂചിക തന്നെയാണ്. അതിൽ ഫസ്റ്റ് നമ്മുടെ കേരളമാണ്, സെക്കൻഡ് വരുന്നത് ഹിമാചൽ പ്രദേശും, ഇനി തേർഡ് വരുന്നത് ആന്ധ്രാപ്രദേശുമാണ്. ഓക്കെ, അടുത്ത 74ാമത് ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. 12ാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. ത്രിതല സംവിധാനം നിലവിൽ വന്നു. പ്രാദേശിക ഭരണ സ്ഥാപനങ്ങളിൽ സംവരണം നടപ്പിലാക്കി. അതുപോലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നു. ഓക്കെ, ഇതിൽ ഏതാണ് തെറ്റായിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് തെറ്റായിട്ടുള്ളത്? ഓപ്ഷൻ ബി കേട്ടോ. ത്രിതല സംവിധാനം നിലവിൽ വന്നു. ത്രിതല പഞ്ചായത്ത് സംവിധാനമൊക്കെ നിലവിൽ വന്നത് 73ാം ഭരണഘടന ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ത്രിതല സംവിധാനം നിലവിൽ വന്നത്. അപ്പോൾ ഇതല്ല. ഓക്കെ, അപ്പം 12ാം പട്ടിക നിലവിൽ വന്നു, ശരിയാണ്. പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾക്ക് സംവരണം നടപ്പിലാക്കി, ശരിയാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നതും ഇത് ഈ 74ാം ഭരണഘടനാ ഭേദഗതിക്കകത്തിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ ഫസ്റ്റിലും പറയുന്നുണ്ട്. ഓക്കെ, എപ്പോഴാണ് ഇത് നിലവിൽ വന്നത്? 92ലെ ആക്റ്റാണ് കേട്ടോ. 92ലെ ആക്റ്റാണ് നിലവിൽ വന്നത് ചോദിച്ചാൽ
1993 ജൂൺ 1 കേട്ടോ. നിലവിൽ വന്നത് 1993 ജൂൺ 1 74 ഭേദഗതി നിലവിൽ വന്നത്. ഏത് ഭാഗമാണെന്ന് ചോദിച്ചാൽ 11A ഭാഗം 11 9 ഭാഗം 9A ആണ്. ഭാഗം 9ലാണ് 73 ഭരണഘടനാ ഭേദഗതിയിൽ പഞ്ചായത്ത് രാജ് വന്നത്. 9ൽ മുനിസിപ്പാലിറ്റി വന്നു. എവിടെ നിന്നിട്ട് എവിടം വരെയാണ് ആർട്ടിക്കിൾ എന്ന് ചോദിച്ചാലോ 243 P മുതൽ 243 ZG വരെയാണ് കേട്ടോ. 243 P മുതൽ 243 ZG വരെയാണ്. ഓക്കെ, ZG വരെയാണ്. അതായത് നമ്മുടെ പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ട പഞ്ചായത്ത് രാജ് 73 ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് 11 പട്ടികയിൽ 243 K എന്തായിട്ട് ബന്ധപ്പെട്ടതാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട. അതേപോലെ 243 ZA എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത്, ഈ ആർട്ടിക്കിൾ കാണുന്നത് 12 പട്ടികയിലാണ്. അത്ര ആലോചിച്ചാൽ മതി. അപ്പോൾ ഈ 2 ആർട്ടിക്കിളുണ്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് 243 Kയും 243 ZAയും. അപ്പോൾ ഇത് 73ഉം 74ഉം രണ്ടും ഭേദഗതികൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമായിട്ടുണ്ടെന്നും കൂടി ആലോചിക്കാം. 74 ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യൻ ഭരണഘടന ജനാധിപത്യ വികേന്ദ്രീകരണത്തിന് വ്യക്തമായ ഉത്തരവ് നൽകി എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് രാജ്യത്തിൻ്റെ നഗരപ്രദേശങ്ങളിൽ സ്വയംഭരണാധികാരമുള്ള പ്രാദേശിക അധികാരങ്ങൾ മുഖേന താഴെ തട്ടിൽ ജനാധിപത്യം കൊണ്ടുവരാൻ ഒരു സംസ്ഥാനപരമായ ചട്ടക്കൂട് സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമിട്ടത്. ഇനി 74 ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ നമ്മുടെ ഇവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു? ഏത് പ്രൈം മിനിസ്റ്ററിൻ്റെ സമയത്താണ്? 93 ആരായിരുന്നു? PV നരസിംഹറാവു കേട്ടോ. PV നരസിംഹറാവുവിൻ്റെ സമയത്തായിരുന്നു. പ്രസിഡന്റ് ആണെങ്കിലോ അത് ശങ്കർ ദയാൽ ശർമ്മയാണ്. പ്രസിഡന്റ് ശങ്കർ ദയാൽ ശർമ്മയും. പ്രൈം മിനിസ്റ്റർ ആണെങ്കിൽ നമ്മുടെ 91 സാമ്പത്തിക സമയത്തും ആരായിരുന്നു? PV നരസിംഹറാവു തന്നെ അല്ലായിരുന്നു. അപ്പോൾ ആ ടൈമിലൊക്കെ PV നരസിംഹറാവു ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ 19ാം വകുപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 6 അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. 19ാം പട്ടിക മൗലിക സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ടാണ് അതിൽ ഉൾപ്പെടാത്തത്. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇഷ്ടമുള്ള തൊഴിൽ നേടാനുള്ള സ്വാതന്ത്ര്യം, സംഘടിക്കുവാനുള്ള സ്വാതന്ത്ര്യം, സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. ഇതിലേതാണ് ഉൾപ്പെടുത്തുക? ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഉൾപ്പെടുത്തത്. അതായത് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനുള്ള അത് മതസ്വാതന്ത്ര്യത്തിൽ വരുന്നതല്ലേ. മതസ്വാതന്ത്ര്യം നമ്മുടെ 25 മുതൽ 28 വരെ അതിൽ വരുന്നതാണ് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനുള്ള അവകാശം. ബാക്കി ഇഷ്ടമുള്ള തൊഴിൽ നേടാനുള്ള അവകാശമാണെങ്കിൽ 19ൽ J വരും. ഇനി സംഘടിക്കുവാനുള്ള അവകാശമാണെങ്കിൽ 19ൽ B വരും കേട്ടോ. 19(1) B വരും. സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശമാണെങ്കിൽ 19(1) C വരും. സഞ്ചരിക്കാനുള്ള അവകാശമാണെങ്കിൽ അത് 19(1) E വരും കേട്ടോ. സഞ്ചരിക്കാനാണെങ്കിൽ 19(1) D വരും. സഞ്ചരിക്കാനാണെങ്കിൽ 19(1) Dയും വരും. E ആണെങ്കിൽ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് Eയിൽ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്നവയിൽ ഇനി ഒന്നുകൂടെ പറയാം. 19(1) A അഭിപ്രായ സ്വാതന്ത്ര്യം, B ആണെങ്കിൽ ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം, C നമ്മൾ പറഞ്ഞു സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്, D ആണ് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, E ആണെങ്കിൽ ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം, G ആണെങ്കിൽ മാന്യമായി തൊഴിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. ഓക്കെ, ഇനി താഴെ പറയുന്നവയിൽ ഏതാണ് ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ് ചോദിച്ചേക്കുന്നത്. ബാങ്കിങ്, പോസ്റ്റ് ആൻഡ് ടെലഗ്രാം, കൃഷിയും പൊതുജനാരോഗ്യവും, വിദ്യാഭ്യാസം, വനം, റെയിൽവേ, തുറമുഖം. ഏതാണ്? വിദ്യാഭ്യാസം, വനം കേട്ടോ. കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതാണ് വിദ്യാഭ്യാസം, വനം. പിന്നെ ഈ വിദ്യാഭ്യാസം, വനമൊക്കെ കൺകറന്റ് ലിസ്റ്റിൽ ഏത് ഭേദഗതിയോട് കൂടിയിട്ടാണ് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയെന്ന് ചോദിച്ചാൽ അത് 42ാം ഭേദഗതിയോട് കൂടിയിട്ടാണ് കേട്ടോ. സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്ന വിഷയങ്ങളാണ് അത് കൺകറന്റ് ലിസ്റ്റിലേക്ക് വന്നത് 42ാം ഭേദഗതിയോട് കൂടിയിട്ടാണ്. ഏതൊക്കെ വന്നു? വനം, വന്യജീവി, വിദ്യാഭ്യാസം, അളവ് തൂക്കം, അതുപോലെ നീതിന്യായം. സുപ്രീം കോടതി, ഹൈക്കോടതി ഒഴികെയുള്ള ബാക്കി നീതിന്യായങ്ങളും കൺകറന്റ് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അതുപോലെ സാമ്പത്തിക ആസൂത്രണം വരുന്നതും കൺകറന്റ് ലിസ്റ്റിലാണ്. ഇനി ബാങ്കിങ് എവിടെയാണ് വരുന്നത്? ബാങ്കിങ് അത് യൂണിയൻ ലിസ്റ്റിലാണ്. ബാങ്കിങ് വരുന്നത് യൂണിയൻ ലിസ്റ്റിലാണ്. പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ് വരുന്നതാണെങ്കിൽ യൂണിയൻ ലിസ്റ്റിലാണ്. കൃഷിയും പൊതുജനാരോഗ്യം വരുന്നത് എവിടെയാണത്? സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. ഇനി റെയിൽവേ, തുറമുഖമൊക്കെ വരുന്നത് യൂണിയൻ ലിസ്റ്റിൽ തന്നെയാണ്. തുറമുഖം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മേജർ വെറും തുറമുഖം എന്നാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ മേജർ തുറമുഖമാണ് ഉദ്ദേശിക്കുന്നത്. മേജർ തുറമുഖം വന്നിരിക്കുന്നത് യൂണിയൻ ലിസ്റ്റിലാണ്. ഓക്കെ, ഇനി ലിസ്റ്റിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ലിസ്റ്റിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ അത് ഏതാണ്? ലിസ്റ്റിനെ പറ്റി 245 കേട്ടോ. ലിസ്റ്റിനെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് 245. ഇനി ഇതിൽ കൺകറന്റ് ലിസ്റ്റിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ അത് 248 ആണ്. കൺകറന്റ് ലിസ്റ്റ് ആണെങ്കിൽ 248 ആണ്. ഇനി എന്താണ് 249? ആർട്ടിക്കിൾ 249 അതായത് ഒരു ദേശീയ താല്പര്യത്തോടനുബന്ധിച്ച് നമ്മുടെ പാർലമെൻറ്റിന് സംസ്ഥാന ലിസ്റ്റുകളിൽ നിയമം ഉണ്ടാക്കാനുള്ള അധികാരമുണ്ടെന്ന്. അല്ലെങ്കിൽ സംസ്ഥാന ലിസ്റ്റിൽ ആരാണ് നിയമം ഉണ്ടാക്കുന്നത്? സംസ്ഥാന സർക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള ലിസ്റ്റിൽ പാർലമെൻറ്റിന് അധികാരമുണ്ട്. ഇപ്പം ദേശീയ താല്പര്യത്തിൽ
തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച്. പക്ഷേ അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കണമെങ്കിൽ രാജ്യസഭയിൽ എത്ര ഭൂരിപക്ഷത്തോടെ അത് പാസ്സാകണം? 2/3 കേട്ടോ. രാജ്യസഭയിൽ അത് 2/3 ഭൂരിപക്ഷത്തോടുകൂടി പാസ്സായാൽ മാത്രമേ അങ്ങനെ ഒരു സ്റ്റേറ്റ് ലിസ്റ്റിൽ പാർലമെൻറ്റിന് നിയമം ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ. 2/3 ഭൂരിപക്ഷത്തിൽ രാജ്യസഭയിൽ പാസ്സാക്കപ്പെടണം. ഓക്കെ, ഇനി അടുത്ത ആർട്ടിക്കിൾ 250 എന്താ പറയുന്നത്? 250 ആർട്ടിക്കിൾ 250 പറയുന്നത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്തും പാർലമെന്റിനാണ് അധികാരം. എന്തിനുള്ള അധികാരം? നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരം ആർക്കാന്ന് വെച്ചാൽ അത് പാർലമെന്റിനായിരിക്കും. ഇപ്പോൾ ദേശീയ അടിയന്തരാവസ്ഥ സമയത്ത്, ഈ ദേശീയ അടിയന്തരാവസ്ഥ സമയത്ത് അങ്ങനെ പാർലമെന്റ് ഒരു നിയമം സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് 6 മാസം മാത്രമേ നിലനിൽക്കുകയുള്ളൂ കേട്ടോ. 6 മാസം മാത്രമേ അതിന് കാലാവധി ഉണ്ടാവുകയുള്ളൂ. ഇനി ഈ 249 പ്രകാരം 1 വർഷം കാലാവധി ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു നിയമത്തിന് 1 വർഷം കാലാവധി ഉണ്ട്. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് 252 ആർട്ടിക്കിൾ 252 എന്താ പറയുന്നത്? 252 പറയുന്നത് 2 അതിലധികമോ സംസ്ഥാനങ്ങൾ, ആ ഒരു പോയിന്റ് ശ്രദ്ധിക്കണം, 2 അതിലധികമോ സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞാലും പാർലമെന്റിന് സംസ്ഥാന ലിസ്റ്റിലെ വിഷയങ്ങളിൽ നിയമം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് 252 പറയുന്നത്. അപ്പോൾ 253 പറയുന്നതാണെങ്കിലോ അത് ഏതെങ്കിലും ഒരു ഇന്റർനാഷണൽ തിയറി, ഒരു അന്താരാഷ്ട്ര ഉടമ്പടി സബലീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പാർലമെന്റിന് സംസ്ഥാന ലിസ്റ്റിൽ നിയമങ്ങൾ ഉണ്ടാക്കാം എന്ന് പറയുന്നതാണ് 253. ഓക്കെ, ഇനി അടുത്താണ് താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടന പാസ്സാക്കപ്പെട്ടത്. എന്താ ചോദിച്ചേക്കുന്നത്? ശരിയായതാണ്. ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കാൻ സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആകെ അംഗസംഖ്യ 543 ആയിരുന്നു. അപ്പോൾ ഇതിലേതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ എ ആണ് കേട്ടോ. 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടന പാസ്സാക്കപ്പെട്ടത്. നിലവിൽ വന്നതാണെങ്കിലോ അത് 1950 ജനുവരി 26 നിലവിൽ വന്നത്. പക്ഷെ പാസ്സാക്കപ്പെട്ടതോ അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചോ ചോദിച്ചു കഴിഞ്ഞാൽ 1949 നവംബർ 26 ഇനി ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു പെർമനന്റ് ആയിട്ടുള്ളത്. പക്ഷേ ആദ്യത്തെ സമ്മേളനത്തിൽ നമ്മുടെ നമ്മുടെ സച്ചിദാനന്ദ സിൻഹയായിരുന്നു ആദ്യത്തെ സമ്മേളനത്തിൽ. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആകെ അംഗസംഖ്യ എത്രയായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആകെ അംഗസംഖ്യ എന്ന് പറയുമ്പോൾ വിഭജനത്തിന് മുൻപാണെങ്കിൽ എത്രയാണത്? 389. വിഭജനത്തിന് മുമ്പ് 389 ആയിരുന്നു. വിഭജനത്തിന് ശേഷം അതെന്തായി മാറി? 299 മാറി കേട്ടോ. വിഭജനത്തിന് ശേഷം 299 മാറി. ഇത് പിന്നെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 389 വീണ്ടും ഡിവിഷൻസ് ഉണ്ട്. അത് നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തത്, അപ്പോൾ അതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഇനി ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ആരാന്ന് ചോദിച്ചാൽ എന്താ പറയുക? ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് അത് ഭരണഘടനാ നിർമ്മാണ സഭയാണ് കേട്ടോ. ഭരണഘടനാ നിർമ്മാണ സഭ ഏത് വർഷമാണ് ഫോം ചെയ്തത്? 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ ഫോം ചെയ്തത്. ഇനി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാൻ കാരണമായ ദൗത്യം ചോദിക്കും. അത് 1946 വന്ന ക്യാബിനറ്റ് മിഷനാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാൻ കാരണമായ ദൗത്യം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് 2019 104 ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇന്ത്യൻ നിയമനിർമ്മാണ സഭയിലെ ആംഗ്ലോ ഇന്ത്യൻ സംവരണത്തിൽ വന്ന മാറ്റം എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ലോകസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നവരുടെ എണ്ണം 2-ൽ നിന്ന് 1 കുറച്ചു. ലോകസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നവരുടെ എണ്ണം 2-ൽ നിന്ന് 3 സംസ്ഥാന നിയമസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നവരുടെ എണ്ണം 1-ൽ നിന്നും 2 ലോകസഭയിലും നിയമസഭയിലും ആംഗ്ലോ ഇന്ത്യൻ സംവരണം നിർത്തലാക്കി. ഇതിലേതാണ് ശരി? നിർത്തലാക്കി എന്നതാണ്. അപ്പോൾ ഏതാണ്? നമ്മുടെ ലോകസഭയിലേക്കും നിയമസഭയിലേക്കും ആംഗ്ലോ ഇന്ത്യൻ സംവരണം നിർത്തലാക്കി ഏത് ഭേദഗതിയെന്ന് ചോദിച്ചാൽ അത് 104 ഭേദഗതിയാണ്. ഏത് വർഷമാണ്? 2019 ഭേദഗതിയാണ്. ഇനി 104 ഭരണഘടനാ ഭേദഗതി പാസ്സാക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? 2019 ആരാന്ന് നോക്കിയാൽ മതി. ആരാണ്? നരേന്ദ്രമോദിയാണ്. 2014 കയറിയതാണ്. അപ്പോൾ 2019 വരെ ആ ടൈമിൽ നരേന്ദ്രമോദിയാണ്. ആ ടൈമിൽ പ്രസിഡന്റ് 2019 പ്രസിഡന്റ് രാംനാഥ് കോവിന്ദാണ് കേട്ടോ. 2019 രാംനാഥ് കോവിന്ദ്. 2022 നമ്മുടെ ദ്രൗപദി മുർമു കയറുന്നത്. അപ്പോൾ 2019 രാംനാഥ് കോവിന്ദാണ്. 2017 to 2022 വരെയാണ് രാംനാഥ് കോവിന്ദ്. ഓക്കെ, ഇനി ലോക്സഭയിലും സംസ്ഥാന നിയമസഭയിലും പട്ടികജാതി പട്ടികവർഗ സമുദായങ്ങൾക്ക് നൽകിയിരുന്ന സംവരണം 10 വർഷത്തേക്ക് കൂടി
നീട്ടിക്കൊടുക്കുവാൻ തീരുമാനിച്ച ഭേദഗതിയും ഇത് തന്നെയാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആംഗ്ലോ ഇന്ത്യൻസിന് സംവരണം എടുത്തു കളഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ലോകസഭയിലും നിയമസഭയിലും പട്ടികജാതി പട്ടികവർഗ്ഗക്കാരുടെ സംവരണം 10 വർഷത്തേക്ക് കൂടി നീട്ടിക്കൊടുത്തു. അതായത് 2030 വരെ കേട്ടോ. 2020 വരെ ആയിരുന്നു, അതൊരു 10 വർഷം കൂടെ കൂട്ടിക്കൊടുത്ത് 2030 വരെ ആക്കിക്കൊടുത്ത ഭേദഗതിയും 104 ഭേദഗതിയാണ്. ആംഗ്ലോ ഇന്ത്യൻകാരുടെ നാമനിർദ്ദേശം റദ്ദാക്കിയ ഭരണഭേദം നമ്മൾ പറഞ്ഞു 104 104 ഭേദഗതി ഏത് ബില്ലാണ്? 104 ഭേദഗതി എന്ന് പറയുന്നത് ഏത് ഭേദഗതി ബില്ലാന്ന് ചോദിച്ചാൽ 126 കേട്ടോ. 104 ഭേദഗതി എത്രാമത്തെ ബില്ലാണ്? 126ാമത് ബില്ലാണ്. ഇനി ഈ ബില്ല് ലോകസഭയിൽ അവതരിപ്പിച്ച് ജസ്റ്റ് നോക്കിയാൽ മതി, ഇമ്പോർട്ടൻ്റ് അല്ല. 2019 ഡിസംബർ 9-നാണ് ലോകസഭയിൽ അവതരിപ്പിച്ചതെന്ന്. ഓക്കെ, രാഷ്ട്രപതി ഒപ്പിട്ടതെന്ന് നോക്കിക്കോ. 2020 ജനുവരി 21-നാണ് ഇത് രാഷ്ട്രപതി ഒപ്പിട്ടതെന്ന്. ശരി, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ശാരീരികവും മാനസികവുമായി വെല്ലുവിളി നേരിടുന്നവരും കിടപ്പ് രോഗികളുമായ ശുശ്രൂഷിക്കുന്ന ബന്ധുജനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന കേരള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പദ്ധതി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശാരീരികവും മാനസികമായിട്ട് വെല്ലുവിളി നേരിടുന്ന കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് ധനസഹായം കൊടുക്കുന്ന പദ്ധതിയാണ് ഏത്? ആശ്വാസകിരണം കേട്ടോ. ആശ്വാസകിരണമാണ് ആ പദ്ധതി. അപ്പോൾ ഈ ആർദ്രം പദ്ധതി എന്താണ്? ആർദ്രം പദ്ധതി സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിലൂടെ ആശുപത്രികൾ രോഗി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആർദ്രം പദ്ധതി വന്നത്. ആശുപത്രികൾ രോഗി സൗഹൃദമാക്കാൻ വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണ് ആർദ്രം പദ്ധതി. അതായത് നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സിനെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി കൺവേർട്ട് ചെയ്യുക, അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ലക്ഷ്യമായിട്ട്. OP സംവിധാനം ഒന്നുകൂടെ പേഷ്യൻ്റ് സൗഹൃദമാക്കുക, ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ഇതായിട്ട് വരുന്നത്. ഇനി ആർദ്രം പദ്ധതി ഏത് പദ്ധതിൻ്റെ അണ്ടറിലാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ഏത് പദ്ധതിൻ്റെ അണ്ടറിലാണ്? നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നവകിരണം പദ്ധതിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഈ ആർദ്രം പദ്ധതി. ഇനി ഏതൊക്കെ പദ്ധതികളുണ്ട് നവകിരണം പദ്ധതിൻ്റെ അണ്ടറിൽ? ആർദ്രം ഉണ്ട്, പൊതുവിദ്യാഭ്യാസ യജ്ഞമുണ്ട്, ഹരിത കേരളമുണ്ട്. പൊതുവിദ്യാഭ്യാസ യജ്ഞമുണ്ട്, ആർദ്രം പദ്ധതിയുണ്ട്, അതുപോലെ ലൈഫ് ഉണ്ട്. ഇനി അത് കൂടാണ്ട് നമ്മുടെ റീബിൽഡ് കേരളനും കൂടി അതിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ആലോചിക്കട്ടെ. അപ്പോൾ ഏതാണ് പുതുതായിട്ട് ഉൾപ്പെടുത്തിയ പദ്ധതി നവകിരണത്തിൽ? അത് റീബിൽഡ് കേരളയാണ് കേട്ടോ. റീബിൽഡ് കേരളയാണ്. അതുപോലെ ആർദ്രം പദ്ധതി വന്ന വർഷം കൂടെ നോക്കിക്കോ. 2017 കൊണ്ടുവന്നതാണ്. ആർദ്രം പദ്ധതി വന്ന വർഷമാണ് 2017. അത് നവകിരണം തന്നെ ആയിരുന്നില്ലേ? നവകിരണം നോക്കിയിട്ട് പറയാവേ. നവകിരണം അല്ല, നവകേരള മിഷൻ കേട്ടോ. നവകേരള മിഷൻ്റെ അണ്ടറിലാണ് ഈ ആർദ്രം ഹരിത കേരളം, റീബിൽഡ്, ലൈഫ്, പിന്നെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ യജ്ഞമൊക്കെ വരുന്നത് കേട്ടോ. അതിൽ നമ്മുടെ നവകേരള മിഷൻ ഫോം ചെയ്ത വർഷം ചോദിച്ചാൽ 2016, ആർദ്രം വന്ന വർഷം 2017. ഇനി മന്ദഹാസമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് നമ്മുടെ മുതിർന്ന പൗരന്മാർക്ക് കൃത്രിമദന്തം വെച്ചു കൊടുക്കുന്നതാണ് മന്ദഹാസം പദ്ധതി. അതിൻ്റെ ആ ഒരു തുക നോക്കിക്കോട്ടോ. അതിപ്പോൾ ഒന്ന് പുതുക്കിയ തുകയാണ്. ഇപ്പോൾ എത്രയാണ്? 10,000 രൂപയാണ് കൊടുക്കുന്നത് കേട്ടോ. മന്ദഹാസം പദ്ധതിയിലൂടെ അനുവദിച്ചു കൊടുക്കുന്ന തുക ഇപ്പോൾ പുതുക്കിയതാണ്, 10,000 രൂപയാണ് കൊടുക്കുന്നത്. അതുപോലെ ആശ്വാസകിരണത്തിന് ഒരു തുകയുണ്ടല്ലേ. ആശ്വാസകിരണത്തിനുള്ള തുക എത്രയാണ്? അത് 600 കേട്ടോ. ആശ്വാസകിരണം 600. എന്നാൽ വിധവകളായിട്ടുള്ള ആശ്രിതരില്ലാത്ത ഒരു മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയണം എന്നുള്ള രീതിയിലുള്ള വിധവകളെ നോക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന പൈസയാണെങ്കിലോ അത് 1000 കേട്ടോ. അത് 1000. അതിന് ആ പദ്ധതിൻ്റെ പേര് മറന്നുപോയി. അത് 1000 രൂപയാണ് കൊടുക്കുന്നത്. ആശ്വാസകിരണം 600 രൂപയാണ്, മന്ദഹാസം 10,000 രൂപയാണ്. ഇനി വയോമധുരം എന്ന് പറയുമ്പോൾ സൗജന്യമായിട്ട് നമ്മുടെ BPL താഴെയുള്ള വയോജനങ്ങൾക്ക് ഗ്ലൂക്കോമീറ്റർ കൊടുക്കുന്ന പദ്ധതിയാണ് വയോമധുരം എന്ന് പറയുന്നത്. ഇതൊക്കെ സാമൂഹ്യനീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് കേട്ടോ, ഈ വയോമധുരം. ഇനി നമ്മുടെ വേറെ എന്തോന്ന് പറയാൻ വന്നുപോയി, അത് വിട്ടുപോയി. ഇനി അടുത്താണ് PWD ആക്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? PWD റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് സഹായം, അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ക്ഷേമം, ഭിന്നശേഷിക്കാരെ സംബന്ധിച്ച നിയമം, റോഡുകളും പൊതുസ്ഥലങ്ങളും കയ്യേറുന്നതിനെതിരെയുള്ള നിയമം. PWD എന്ന് പറയുമ്പോൾ ചാടിക്കറിട്ട് റോഡ് കാണുമ്പോൾ അത് കയറി ഇട്ട് വെക്കരുത്. കാരണം ഇവിടെ ആക്ടാണ് ഉദ്ദേശിക്കുന്നത്. PWD ആക്ട് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അത് ഭിന്നശേഷിക്കാരെ സംബന്ധിച്ച നിയമമാണ് കേട്ടോ. ഭിന്നശേഷിക്കാരെ സംബന്ധിച്ച നിയമമാണ് ഈ PWDൻ്റെ ഫുൾ ഫോം. നമ്മൾ ഈ ഫോമൊക്കെ ഫില്ല് ചെയ്യുമ്പം വരാറുള്ള സാധനമാണ് ഈ PWD. അപ്പോൾ അതാണ് ദ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് ആണ് കേട്ടോ. പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആണ് ഈ PWDൻ്റെ ഫുൾ ഫോം. ഇത് ഏത് വർഷം വന്നത്? ഈ PWD ആക്ട് വന്ന വർഷം അത് 1995 കേട്ടോ. PWD ആക്ട് വന്ന വർഷം 1995.
ഇനി അതിൻ്റെ ഈ PWD ആക്ട് 1995 പ്രകാരം അതിലെ 33ാമത് വകുപ്പ് പ്രകാരം ഭിന്നശേഷിക്കാർക്ക് സർക്കാർ സംരംഭങ്ങളിൽ ആ വിഭാഗക്കാരുടെ നിയമനത്തിനായി കണ്ടെത്തിയിട്ടുള്ള തസ്തികകളിൽ 3% കുറയാത്ത ഒഴിവുകളിൽ നിയമനം നൽകാൻ വ്യവസ്ഥയുണ്ട് കേട്ടോ. എങ്ങനെയാണ് 3% കുറയാതെ സംവരണം കൊടുക്കണം. എവിടെ? പൊതുസ്ഥാപനങ്ങളിൽ, സർക്കാർ ഓഫീസുകളിൽ, തസ്തികകളിൽ അവരുടെ ഒരു സംവരണം എന്ന് പറയുന്നത് 3%. അങ്ങനെ പറയുന്ന ഈ PWD ആക്ടിൻ്റെ വകുപ്പ് ചോദിച്ചാൽ അത് 33ാം വകുപ്പാണ്. ഇനി PWD ആക്ട് പ്രകാരം സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകൾ, കോർപ്പറേഷനുകൾ, ബോർഡുകൾ, സ്വയംഭരണ സ്ഥാപനങ്ങൾ, യൂണിവേഴ്സിറ്റി തുടങ്ങിയ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ വരുന്ന മുഴുവൻ സ്ഥാപനങ്ങളിലേക്കും ഭിന്നശേഷിക്കാർക്കായി കണ്ടെത്തിയിട്ടുള്ള തസ്തികകളുടെ 3% ആ വിഭാഗക്കാർക്കായി നീക്കിവെക്കുവാൻ നിർദ്ദേശിച്ചിരുന്നു. അപ്പോൾ 3% എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. കോർപ്പറേഷനുകളിൽ, സർക്കാരിന് അണ്ടറിൽ വരുന്ന എല്ലാം, യൂണിവേഴ്സിറ്റി ആവാം, ബോർഡാവാം, അവിടെയെല്ലാം ഭിന്നശേഷിക്കാരുടെ എത്രയാണ് ശതമാനം? 3% സംവരണം. അവരുടെ ആക്ട് വന്ന വർഷം 1995 ഇനി 1995 PWD ആക്ട് അനുസരിച്ച് ഭിന്നശേഷിക്കാർക്കുള്ള പ്രത്യേക കമ്മീഷൻ തിരുവനന്തപുരം ആസ്ഥാനമാക്കി നിലവിൽ വന്നു. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.